ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ടൊരു സ്നാക്സ് പരിചയപ്പെടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. ഇന്ന് നമുക്ക് സോസൊക്കെ ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ എഗ് പ്ലാന്റ് അഥവാ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു സൈസിൽ വേണം ഇത് കട്ട് ചെയ്യാൻ. ഞാൻ ഈ ഒരു അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തെ ആ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് നമുക്കൊന്ന് ഇതുപോലെ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വഴുതനങ്ങ റിങ്സ് വെള്ളത്തിലിട്ട് വെക്കാം. കാരണം ഇത് വെളിയിലിരുന്നാൽ കറക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. ഈ അകത്തുള്ള ഭാഗം നമ്മൾ കളയരുത്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ്. അതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ ഓരോ റിങ്സും ഇതുപോലെ ഉൾഭാഗം മാറ്റിയെടുക്കുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം റിങ്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ റിമൂവ് ചെയ്ത സോഫ്റ്റ് പാർട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകേണ്ട കാര്യമില്ല. നമുക്ക് കറച്ചവയൊന്നും തോന്നത്തില്ല. ഇത് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങയുടെ ഉൾഭാഗം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയനാണ്. ഇനി നമുക്ക് 2 കളറിലുള്ള ക്യാപ്സിക്കം ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 സോസേജ് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ സോസേജാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സോസേജ് ഇല്ലെങ്കിൽ ചിക്കൻ ഒന്ന് വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ ഫുള്ള് കോൺഫ്ലവർ ആണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യം 2 മുട്ടയാണ്. 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇവിടെ റെഡിയായി കിട്ടുന്നത്. മുട്ട എല്ലാ ഭാഗത്തും ചെല്ലത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് സഹായിക്കും. ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എഗ് പ്ലാന്റ് റിങ്സ് വെച്ച് കൊടുക്കാം. നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവുകയും വേകാതിരിക്കുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് ഓരോ റിങ്സും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വഴുതനങ്ങ ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണിത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൊസറല്ല ചീസാണ്. അത് ഓപ്ഷണലാണ്. ഉള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ഭാഗം വെന്തതിന് ശേഷം അത് തിരിച്ചിട്ട് നമ്മൾ മറുഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. തിരിച്ചും മറച്ചും ഇട്ട് ടൈം എടുത്ത് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്.
ഈ വഴുതനങ്ങയും നമ്മളിതിലേക്ക് സ്റ്റഫ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം, അതുപോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞും കിട്ടണം. അതുകൊണ്ട് ഇത് ടൈം എടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മുടെ എഗ് പ്ലാന്റ് റിങ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വെറൈറ്റി ടേസ്റ്റിലുള്ള ഈ ഒരു എഗ് പ്ലാന്റ് റിങ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടേസ്റ്റാണ്, ചൂടോടുകൂടി ഇത് കഴിക്കണം. സോസ് കൂട്ടി കഴിക്കുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പം വേറൊരു റെസിപ്പിയുമായി കാണും വരേക്കും ബൈ.